കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മുഴുവൻ വാർത്താ മാധ്യമങ്ങളിലും കണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു വാർത്തയായിരുന്നു നേപ്പാളിലെ അട്ടിമറി. നേപ്പാളിലെ അട്ടിമറിയെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഇത്തരം അട്ടിമറികളെക്കുറിച്ചുള്ള ചർച്ചകൾ മുമ്പ് ഒരുപാട് നമ്മൾ നടത്തിയതാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഈ അട്ടിമറി ഉണ്ടായ സമയത്ത് ഇനി എപ്പോഴാണ് നേപ്പാളിൽ ഉണ്ടാവുക എന്നറിയില്ല എന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് കാരണമായത് ഈ ബംഗ്ലാദേശിലെ അട്ടിമറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയും ചൈനയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ സംഭവിച്ച ഒന്നായിരുന്നു. അതേ രീതിയിൽ ഏറ്റവും കൂടുതൽ ആ ബംഗ്ലാദേശ് അട്ടിമറിയുടെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഭൂട്ടാനും നേപ്പാളുമാണ്. അതിൽ ഭൂട്ടാൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ഭൂട്ടാനിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഭൂട്ടാനെ ഇന്ത്യ അത്രയും സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിദേശ ശക്തികൾക്ക് കയറി കളിക്കാൻ പറ്റാത്തത്. അമേരിക്കയുമായിട്ട് പോലും ഭൂട്ടാൻ വലിയ ബന്ധമൊന്നും വെച്ചിട്ടില്ല. അവരെല്ലാത്തിനും ഇന്ത്യയാണ് ആശ്രയിക്കുന്നത്. സമാധാനത്തോടെ ജീവിക്കുന്ന, ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത്. പക്ഷെ നേപ്പാളിന്റെ കാര്യം അങ്ങനെയല്ല. നേപ്പാൾ കുറെ കൂടെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇടപെടുന്ന, കുറച്ചും കൂടി അവര് ഒരു രാജ്യമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിലൊക്കെ ഇടപെടുന്ന ഒരു രാജ്യമാണ്. നേപ്പാളിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പാശ്ചാത്യ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന ശക്തികൾ ഇടപെടുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലി നേപ്പാളിന്റെ പൊസിഷനാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതൊന്നും യാദർശികമായി സംഭവിച്ച കാര്യങ്ങളേ അല്ല. ഇതിന്റെ എല്ലാം പുറകിൽ വലിയ അജണ്ടകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ബൈഡൻ അധികാരത്തിലിരിക്കുമ്പോഴാണല്ലോ ബംഗ്ലാദേശിൽ അട്ടിമറി ഉണ്ടാവുന്നത്, ബൈഡന്റെ ഭരണത്തിന്റെ അവസാന കാലങ്ങളിൽ. അപ്പോൾ ബംഗ്ലാദേശിൽ അട്ടിമറി ഉണ്ടാവുന്ന സമയത്ത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞവരിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ട് പിൽക്കാലത്ത് വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപും ഉണ്ടായിരുന്നു. പക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നെങ്കിലും ബംഗ്ലാദേശിൽ നമ്മളൊക്കെ ഭയങ്കരമായി പ്രതീക്ഷിച്ചു. കാരണം ട്രംപിന്റെ പ്രതികരണങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ട്രംപ് വന്നാൽ 6 മാസം അതിൽ കൂടുതൽ ഒരിക്കലും നമ്മുടെ ബംഗ്ലാദേശിലെ യൂനിസ് അധികാരത്തിൽ ഇരിക്കില്ല. പക്ഷെ ഇതുവരെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ, യുവാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് നടത്തിയ ഒരു അട്ടിമറിയായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 2000-ന് ശേഷം ജനിച്ച പിള്ളേരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നേപ്പാളിൽ ഒരു അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഇന്നലെ രാജ്യം വിട്ടെന്നോ വിട്ടില്ലെന്നോ ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകളിൽ സത്യമേത് കള്ളമേതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹം രാജിവെച്ചു എന്നുള്ള വാർത്ത ഇന്നലെ വന്നിട്ടുണ്ട്. അവിടെ പാർലമെന്റിന് തീയിട്ടു എന്ന് പറയുന്ന വാർത്ത വന്നിട്ടുണ്ട്. അവിടെ സകലതും കത്തിച്ച് ചാമ്പലാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിന്റെ ഒരു വിദ്വേഷമാണ് ഉണ്ടായത് എന്ന് പറയുന്നുവെങ്കിലും അത് മാത്രമല്ല കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവൺമെന്റിന്റെ പോളിസീസ്, ദാരിദ്ര്യം, ഇതെല്ലാം ഒരു ഘടകം തന്നെയാണ്. പക്ഷേ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടത് ആരാണ്? ഇതാണ് ചോദ്യം. ഒരു പക്ഷേ ഇത്തരം ഒരു പ്രക്ഷോഭം ഉണ്ടാകും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അട്ടിമറി നേപ്പാളിൽ നടക്കുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഗവൺമെന്റ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സകല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വാട്സപ്പ് അടക്കം സകലതിനെയും നിരോധിച്ചത്. പക്ഷേ ആ നിരോധനം തന്നെ ആ ഒരു അട്ടിമറിക്കിപ്പോൾ കാരണമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം KP ശർമ്മ ഒലി അധികാരത്തിൽ നിന്ന് മാറുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. ഇന്ത്യ നേപ്പാൾ ബന്ധത്തെ വഷളാക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് അയാൾ. അതുകൊണ്ട് തന്നെ നമുക്കത് നേട്ടം ഉണ്ടാക്കിയേക്കാം. പക്ഷേ അടുത്ത ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഈ നടക്കുന്ന നീക്കങ്ങൾ അത് ഇന്ത്യ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയാം. ഇത് ഇന്ത്യ ഏറ്റവും അധികം ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഭൂട്ടാനും നേപ്പാളും ഒക്കെ എന്ന് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഒന്നിക്കുകയാണ് പല കാരണങ്ങളാൽ. ഒരു മൾട്ടിപോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ള ശക്തികൾ പിടിമുറുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിന് കുറച്ചും കൂടെ വ്യക്തമായ തെളിവുകൾ പറയാം. ഒന്ന്, മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യം. അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, സംഘർഷങ്ങൾ, അതിൻ്റെ എല്ലാം പുറകിൽ വെസ്റ്റേൺ ശക്തികളാണ്, ഡീപ് സ്റ്റേറ്റ് ആണ്, അമേരിക്കയാണ്. അവിടെ ഈ കുക്കികളെയും മറ്റുള്ളവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഫണ്ട് ചെയ്തുകൊണ്ട്, ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ വളർത്തുന്നതിൽ ഡീപ് സ്റ്റേറ്റിന് വലിയ പങ്കുണ്ട്. മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കാം. ബംഗ്ലാദേശ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല, പക്ഷെ മ്യാൻമാറുമായിട്ടും ഇന്ത്യയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. എന്ന് മാത്രമല്ല ബംഗാൾ ഉൾക്കടലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടിയാണ്. ചൈനയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. അവിടെയാണ് അട്ടിമറി നടന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേപ്പാളിന്റെ കാര്യം എടുത്താൽ, നേപ്പാൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു രാജ്യമാണ്. അവിടെയാണ് ഇപ്പോൾ കലാപവും അട്ടിമറിയും നടന്നുകൊണ്ടിരിക്കുന്നത്.
പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ പാകിസ്ഥാനിൽ അമേരിക്ക പിടിമുറുക്കുകയാണ്. കാരണം ജിയോഗ്രാഫിക്കലി ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും അതുപോലെ അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ തന്നെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതായത് മൾട്ടിപോളാർ വേൾഡിൽ വെസ്റ്റേൺ ശക്തികൾക്ക്, വിശേഷിച്ച് അമേരിക്കയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കളികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം പാറ്റേൺ ഒരുപോലെയാണ്. ബംഗ്ലാദേശിലായിക്കോട്ടെ, അത് മ്യാൻമാറിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതിപ്പോ നേപ്പാളിലായിക്കോട്ടെ, ഈ അട്ടിമറിയുടെ എല്ലാം പാറ്റേൺ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അവിടെയാണ് ഡീപ് സ്റ്റേറ്റിന്റെയും വിദേശ ശക്തികളുടെയും ഒക്കെ ഇടപെടൽ നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇതൊന്നും കണ്ട് നോക്കിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേപ്പാളിന്റെ വിഷയത്തിൽ ബംഗ്ലാദേശിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ത്യ നേപ്പാളിന്റെ കാര്യത്തിൽ കൊടുക്കും. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ, പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ അവിടെയുണ്ട്. ഈ അവസരം എന്തായാലും ഇന്ത്യ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വൈകാതെ വരും. എന്തായാലും ഇപ്പൊ ശർമ്മ ഒലിയുടെ കസേര തെറിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഗവൺമെന്റിനെതിരാണ്. എന്തായാലും തൽക്കാലം ഈ പ്രതിഷേധങ്ങൾ ഇന്ത്യക്കെതിരല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഗവൺമെന്റിനെതിരായിട്ടാണ് അത് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഈ അവസരത്തെ ബുദ്ധിപരമായിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.